മോശപ്പെട്ട സ്റ്റേറ്റ്മെന്റ്, അതും ഓവുലേഷനെ കുറിച്ച്. ശ്രീലക്ഷ്മി അറക്കൽ വീണ്ടും വൈറലായിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, ദീപക് ഷിംജിത കേസിൽ ഷിംജിതയെ നമ്മൾ എതിർത്തപ്പോഴും പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി ജനലിലൂടെ കൊച്ചിനെ വലിച്ചെറിഞ്ഞ സംഭവത്തിൽ ആ പെൺകുട്ടിയെ നമ്മൾ എതിർത്തപ്പോഴും ഇവരെ രണ്ടുപേരെ സപ്പോർട്ട് ചെയ്ത് വന്നൊരു പെൺകുട്ടിയാണ് ശ്രീലക്ഷ്മി അറക്കൽ. അന്ന് തന്നെ ഇവളുടെ ക്യാരക്ടർ നമുക്ക് മനസ്സിലായതാണ്. പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിട്ടാലും അത് നേരെയാകില്ല എന്ന് പറയില്ലേ, അതുപോലെയാണ് ഇവളുടെ സ്വഭാവം. അന്നും നമ്മൾ ഇതിനെതിരെയൊക്കെ പ്രതികരിച്ച് വീഡിയോ ഇട്ടെങ്കിലും യാതൊരു ഗുണവുമില്ലായിരുന്നു. ഇവളിങ്ങനെ ഇവളുടെ വൃത്തികെട്ട സ്റ്റേറ്റ്മെന്റ് സമൂഹത്തിലേക്ക് ഇങ്ങനെ തള്ളിവെക്കും. എന്തായാലും ഇപ്പൊ വന്ന പുതിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഓവുലേഷൻ ടൈമിൽ സ്ത്രീകൾക്ക് കണ്ണി കണ്ടവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുമെന്ന്. എന്തായാലും ഇതിനെപ്പറ്റി ശ്രീലക്ഷ്മി അറക്കൽ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. സ്ത്രീകൾക്ക് സെക്ഷൽ ഫീലിങ്സ് വരും. ഓവുലേഷന്റെ ടൈം ഒക്കെ ആവുമ്പോൾ നമുക്ക് നല്ല സെക്ഷൽ ഫീലിങ്സ് ആരെങ്കിലും കിട്ടിയാൽ എന്നൊക്കെ തോന്നും നമുക്ക്. നമുക്കല്ല, നിനക്കാരെങ്കിലും ഒക്കെ കിട്ടിയാൽ മതിയാവും. പക്ഷെ എല്ലാ പെൺകുട്ടികളും അങ്ങനെയാണെന്ന് ധരിക്കരുത്. സത്യമായിട്ട് ഞാൻ പറഞ്ഞത് ഇതൊന്നും ആരും പറയൂല. സത്യമായിട്ട് പിന്നെ നമുക്ക് ഒരു പെൺകുട്ടിക്ക് ഓവുലേഷൻ ടൈമിൽ വികാരം തോന്നും, പക്ഷെ അത് അവരുടെ പാർട്ട്ണറിനോട് മാത്രം. അല്ലാതെ നീ പറഞ്ഞ പോലെ കണ്ണി കണ്ടവരോട് തോന്നില്ല. അല്പമെങ്കിലും കോമൺ സെൻസ് ഇല്ലേ? നമ്മൾ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ പിടിക്കും. കാരണം ഇത് ചെയ്താൽ ഞാൻ കുറ്റബോധം പഠിക്കും. വിളിച്ചാലോ എന്തിനാ കുറ്റബോധം തോന്നുന്നത്? ചെയ്യാതിരുന്നാ പോരെ. ഫേമസാ നീയാ? സമയം കിട്ടുമ്പോ കമന്റ് ബോക്സ് എടുത്ത് നോക്ക്. അപ്പൊ മനസ്സിലാവും ജനങ്ങൾ നിന്നെ ഏത് രീതിയിലാണ് ഫേമസ് ആക്കിയത്. പക്ഷെ ഫേമസ് അല്ല ചിലപ്പോ വിളിച്ചേര്. ഫേമസ് ആയതുകൊണ്ട് ഇതുപോലെ ഫേമസ് ആയി ഇങ്ങനത്തെ കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ കുലിശിത പ്രശ്നങ്ങൾ പരിപാടിയൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഫേമസ് അല്ല. കേട്ടില്ലേ? ശ്രീലക്ഷ്മി അറക്കലിന്റെ ഈ സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് പറയാനുള്ളത്, ഈ പറഞ്ഞ വികാരം ഇവൾക്ക് മാത്രമാണ് തോന്നുന്നത് എന്ന് പറഞ്ഞെങ്കിൽ തെറ്റില്ലായിരുന്നു. കാരണം അതവളുടെ ശരി. പക്ഷെ നാട്ടിൽ കണ്ട സകലമാന പെൺപിള്ളാരും സ്ത്രീകളും അത്തരക്കാരാണെന്ന് ധരിക്കരുത്. അതാണ് ഇവിടുത്തെ തെറ്റ്. ശ്രീലക്ഷ്മി അറക്കൽ പിന്നെ മേൽവേശികളെ പറ്റിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് അതിന്റെ കുറച്ച് ഭാഗവും കൂടി കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പങ്കുവയ്ക്കാം. കാർഡൊക്കെ അയച്ചിട്ട് പറഞ്ഞു ഞാൻ ഈ ജോലിയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പറഞ്ഞു. അതായത് ചില ഭർത്താക്കന്മാര് കൊണ്ടുവരുമ്പോഴും, അതായത് ഭർത്താക്കന്മാര് കൊണ്ടാക്കിട്ട് ഇത്ര ഭയങ്കര പൈസ കേട്ടോ. ആണുങ്ങൾക്കൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. അയ്യോ, അത് പറയുമ്പോ അവളുടെ ഒരു നാണം. എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ആണുങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല. അത്യാവശ്യം തണ്ടും തടിയും ഉണ്ട്, പണിയെടുത്ത് ജീവിച്ചോളാം. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പൊ ഞാൻ ചിന്തിച്ചു പോയ മറ്റൊരു കാര്യമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവൾക്ക് എങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ സാധിക്കുന്നു? അപാര തൊലിക്കെട്ടി തന്നെ. എന്റെ ബോയ്ഫ്രണ്ടിനോട് പറഞ്ഞു ഞാൻ റെഡി എന്ന് പറഞ്ഞു. അപ്പൊ അതാണ് ഹൈലൈറ്റ്. ചക്കിക്കൊത്ത ചങ്ങരൻ എന്ന് പറയില്ലേ, നിനക്ക് പറ്റിയ ബോയ്ഫ്രണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ അങ്ങനെ അത്രയും ഈസി അല്ല പരിപാടി. ഒരു ഫീമെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നുണ്ട്, അതേപോലെ തന്നെ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് അനുഭവിക്കുന്നുണ്ട്. പുള്ളി എന്നോട് പറഞ്ഞു, അതായത് ഈ ജോലിയോട് ഒരു പാഷൻ വേണം. അതായത് ഈ പാഷൻ തോന്നാൻ സർക്കാർ ജോലിയല്ലേ ഇത്? ഭർത്താക്കന്മാർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത കാര്യമുണ്ടല്ലോ, അതായിരിക്കും ഇവർ ആവശ്യപ്പെടുക. അതായത് എല്ലാ ടൈപ്പ് സെക്സും ചില ഭർത്താക്കന്മാർക്ക് ചെയ്യാൻ പറ്റില്ല. മെയിൻ ആയിട്ട് ഈ എന്നൊക്കെ പറയുന്ന പരിപാടിയുണ്ട്. എനിക്കറിയത്തില്ല ഇങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടെന്ന്. അപ്പം അതൊക്കെ ചെയ്യാൻ ഇതൊക്കെ കുറെ ടെക്നിക്കുകളും ഇതൊക്കെ ഇഷ്ടം വേണം ചില കാര്യങ്ങൾ ചെയ്യാൻ. ഇഷ്ടം തോന്നേണ്ടത് പരസ്പരം പാർട്ട്ണറുമായിട്ട് ചെയ്യുമ്പോഴാണ്, അല്ലാതെ കണ്ണി കണ്ടവരായിട്ട് ചെയ്യുമ്പോഴല്ല. അത് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് മാത്രമേ. ഇതാണ് മെയിൻ. ഞാൻ ചോദിച്ചു സ്ത്രീകൾ എന്താ കൂടുതൽ ആവശ്യപ്പെടുന്നതെന്ന്. അപ്പൊ പുള്ളി പറഞ്ഞു ഇതാണെന്നൊക്കെ. എന്നിട്ട് കുറെ ആൾക്കാരുടെ ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നു. കേട്ടില്ലേ? ശ്രീലക്ഷ്മി അറക്കൽ പറഞ്ഞത് വെച്ച് എനിക്ക് മനസ്സിലായത്, വികാരത്തിന് വേണ്ടി പരസ്പരം ചതിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ കാമുകി കാമുകന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. കൂടാതെ ഒരാളുമായി ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കെ മറ്റൊരാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ തെറ്റില്ല എന്ന് വാദിക്കുന്ന ശ്രീലക്ഷ്മി അറക്കൽ എല്ലാ പെൺകുട്ടികളെയും ജനറലൈസ് ചെയ്താണല്ലോ ഓവുലേഷന്റെ കാര്യം പറഞ്ഞാൽ. ഇത് കേട്ട പെൺകുട്ടികൾക്ക് അങ്ങനെ വെറുതെ ഇരിക്കാൻ സാധിക്കില്ലല്ലോ. കണ്ടന്റ് ക്രിയേറ്ററായ അസ്ലാം മാർലി ഇതിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും പുള്ളിക്കാരിയുടെ വീഡിയോയും കൂടി കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പങ്കുവയ്ക്കാം. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കുറച്ചൊക്കെ റെസ്പോൺസിബിൾ ആവണം. നമ്മൾ വായ തോന്നിയൊന്നും വിളിച്ചു പറയരുത്. ഇതിപ്പോ നിങ്ങളെ പറ്റിയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ പ്രോബ്ലം ആണ്. ഒരു ഓവുലേഷൻ ടൈമിൽ ഓക്കെ, ഈ പറയുന്ന വ്യക്തിക്ക് ഇങ്ങനെ ഓവുലേഷൻ ടൈമിൽ സെക്സിനോടുള്ള ഇഷ്ടം വളരെ കൂടുകയും ആര് വേണമെങ്കിലായിട്ട് സെക്സ് ചെയ്യാനും പറ്റും എന്നൊക്കെ പറയണത് ഓക്കെ.
എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, ഞാൻ അത് റെസ്പെക്ട് ചെയ്യുന്നു, ഒരു പ്രശ്നമല്ല, അത് നിങ്ങളുടെ മാത്രം കാര്യമാണ്. പക്ഷെ വിവാഹം കഴിയാത്ത സ്ത്രീകൾ, പാർട്ട്ണർ ഇല്ലാത്ത സ്ത്രീകൾ, എല്ലാ സ്ത്രീകളെയും ജനറലൈസ് ചെയ്തത് ഇങ്ങനത്തെ ഒരു വിഷയം സംസാരിക്കരുത്. ഓവുലേഷൻ ടൈമിൽ ഒരു ടെമ്പററി ലിബിഡോ കൂടും എന്നുള്ളത് ശരിയാണ്. ഒരു സെക്ഷൽ ഫീല് ആ ഒരു ടൈമിൽ ഹോർമോണിന്റെ ചേഞ്ചസ് എല്ലാം കാരണം ഓവുലേഷൻ ടൈമിൽ കൂടും. പക്ഷെ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കണ്ണി കാണുന്ന എല്ലാ ആൾക്കാരെയായിട്ടും സെക്സ് ചെയ്യാൻ തോന്നും എന്നല്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഓവുലേഷൻ ടൈമിൽ എനിക്ക് റാൻഡം ആയിട്ട് വന്ന സ്വിഗ്ഗി കൊണ്ടുവരുന്ന ചാറ്റിനോട്, അല്ലെങ്കിൽ വീട്ടിൽ ഇലക്ട്രീഷ്യൻ വരുന്ന ആളോട്, വഴി പോകുന്ന ഒരാളോടൊക്കെ എനിക്ക് സെക്സ് ചെയ്യാൻ തോന്നും. എന്താണ് അത്? എല്ലാ സ്ത്രീകളുടെയും കാര്യമല്ല കേട്ടോ. ഈ ഒരു പെർട്ടിക്കുലർ സ്ത്രീയുടെ കാര്യമാണ് പറയുമെങ്കിൽ ഓക്കെ ഫൈൻ. ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് പേഴ്സണൽ പ്രിഫറൻസ്, കൺസെന്റ്, സേഫ്റ്റി, ബൗണ്ടറീസ് ഇതെല്ലാം കൂടിയിട്ടുള്ള, അല്ലാണ്ട് ഏതെങ്കിലും ഒരു റാൻഡം കൈനോട് തോന്നുന്ന ഒന്നല്ല. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു അട്രാക്ഷനെയും ഓവുലേഷനെയും ഒന്നും കൂട്ടി മിക്സപ്പ് ചെയ്ത് സംസാരിക്കാതിരിക്കുക. ഹോർമോൺസ് ചിലപ്പോൾ ഡിസയേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം എന്ന് വെച്ചിട്ട് അത് നമ്മളെ സ്റ്റാൻഡേർഡ്സ് ഇല്ലാതാക്കുന്നില്ല. നമ്മളുടേതൊരു വ്യക്തിത്വം ഉണ്ടല്ലോ, അത് ഇല്ലാതാക്കുന്നില്ല. കേട്ടില്ലേ? ഞാൻ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് അസ്ലാം മാർലി ഇവിടെ പറഞ്ഞത്. അതായത് ശ്രീലക്ഷ്മി അറക്കലിന് മാത്രമാണ് ഇങ്ങനെ ഒരു വികാരം തോന്നുന്നത് എന്ന് പറഞ്ഞെങ്കിൽ തെറ്റില്ല. നാട്ടിലുള്ള എല്ലാ പെൺകുട്ടികൾക്കും അങ്ങനെയാണെന്ന് പറഞ്ഞതാണ് തെറ്റ്. ആ തെറ്റ് തന്നെയാണ് ഞാനും ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും ശ്രീലക്ഷ്മി അറക്കൽ ആയതുകൊണ്ട് എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. കാരണം അമ്മാതിരി കയ്യിലിരിപ്പാണല്ലോ. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ പുള്ളിക്കാരിയുടെ മുമ്പുള്ള വീഡിയോസ് ഒക്കെ ഫേസ്ബുക്കിൽ പോയി കണ്ടാൽ മതി. എന്തായാലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.